മിക്കവാറും വീടുകളിൽ ഇക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫ്രിഡ്ജ്. എന്നാൽ വീട്ടിലെ ഫ്രിഡ്ജ് പരിശോധിച്ചാൽ അടുക്കളയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇതിനകത്ത് കാണാം. വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ഫ്രിഡ്ജിൽ കുത്തിനിറക്കുകയാണ് പതിവ്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ സ്വാഭാവിക സ്വാദ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ആരോഗ്യത്തിനും ദോഷകരമായി ബാധിക്കും. ഫ്രിഡ്ജില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഭക്ഷണ വസ്തുക്കൾ കേടുകൂടാതെ ഇരിക്കാൻ ഫ്രിഡ്ജ് വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. എന്നാൽ ഇതേ ഫ്രിഡ്ജ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അപകടകാരിയായി മാറുന്നത് കാണാം. ചില ഭക്ഷണ വസ്തുക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ 1 ഡിഗ്രി സെൽഷ്യസിനും 5 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഫ്രിഡ്ജിനുള്ളിലെ താപനില. 5 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും പെരുകുവാനും കാരണമാകും. ഇതോടെ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടാവുകയും ചെയ്യും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ. ബ്രെഡ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത്. ബ്രെഡ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സൂക്ഷിക്കുക. ബ്രെഡ് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ രീതിയിൽ 4 മുതൽ 5 ദിവസം വരെ കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ്. അതു കഴിഞ്ഞാലേ ഈ ബ്രെഡ് ചീത്തയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വാഴപ്പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. വാഴപ്പഴം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ സ്വാഭാവിക രുചി നഷ്ടപ്പെടുകയും അത് പെട്ടെന്ന് കേടായി പോവുകയും അതുപോലെ അതിൻ്റെ തൊലിയുടെ നിറമൊക്കെ മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വാഴപ്പഴം പുറത്ത് വെക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. വെളുത്തുള്ളി സൂക്ഷിക്കുന്നതിന് മുറിക്കുള്ളിലെ സാധാരണ താപനിലയാണ് ഏറ്റവും നല്ലത്. വെളുത്തുള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എളുപ്പത്തിൽ കേടായി പോകും. ഇനി തൊലി കളഞ്ഞ വെളുത്തുള്ളി ചെറിയ ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. സവാള, ഒരു കാരണവശാലും സവാള ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. അധികം ചൂട് കടക്കാത്ത ഇരുണ്ട ഇടങ്ങളിൽ സവാള സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് സവാള പെട്ടെന്ന് ചീത്തയാകാൻ കാരണമാകുന്നു. തക്കാളി, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തക്കാളി നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും സൂക്ഷിക്കുന്നത്. എന്നാൽ തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും. തക്കാളി പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലോ ആയിട്ട് സൂക്ഷിക്കുക. തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ തന്നെ തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് കട്ടിയാകും. അതുകൊണ്ട് തേൻ പുറത്ത് സൂക്ഷിച്ചാൽ മതി. സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലങ്ങളിൽ തേൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ ഗുണവും മണവും ടേസ്റ്റും എല്ലാം നഷ്ടപ്പെടും. കാപ്പിപ്പൊടിയുടെ രുചിയും മണവും നഷ്ടപ്പെടുകയും കാപ്പിപ്പൊടിയുടെ മണം ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള മറ്റു വസ്തുക്കളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യും. കാപ്പിപ്പൊടി ചിലതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട പിടിക്കാനോ സാധ്യതയുണ്ട്. കാപ്പിപ്പൊടി പുറത്ത് വെച്ചാൽ തന്നെ കേടാവില്ല. അതുകൊണ്ട് പുറത്ത് വെച്ചാൽ മതി. എണ്ണ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. റെഫ്രിജറേറ്ററിൽ വെക്കുന്നതിലൂടെ എണ്ണ കട്ട പിടിക്കുന്നു. ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. നട്ട്സ് ബേസ്ഡ് ഓയിലുകൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആപ്പിളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ ആപ്പിളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് ചെയ്യുന്നത്. ആപ്പിൾ പുറത്തു വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ നീര് വറ്റിപ്പോകുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ വിനാഗിരിയുള്ള അച്ചാറുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ അത് തണുപ്പ് കുറഞ്ഞ ഡോറിൻ്റെ റാക്കിൽ സൂക്ഷിക്കാവുന്നതാണ്. ധാരാളം ഉപ്പും വിനാഗിരിയുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായതിനാൽ അച്ചാറുകൾ പുറത്ത് സൂക്ഷിച്ചാലും യാതൊരു കേടും സംഭവിക്കില്ല. ആപ്പിളും പഴവും ഷമാമും തണ്ണിമത്തനുമൊക്കെ ഫ്രിഡ്ജിലെ അതിഥികളല്ല. തണ്ണിമത്തനും ഷമാമും മുറിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. വെള്ളരിക്ക ഫ്രിഡ്ജിൽ വെച്ചാലും അവയിലെ ജലാംശം നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ക്യാപ്സിക്കം ഫ്രിഡ്ജിൽ വെച്ചാൽ അവയുടെ ക്രഞ്ചി സ്വഭാവം നഷ്ടപ്പെടും. മുറിച്ചതിനു ശേഷം ബാക്കി വന്ന ഭാഗം സൂക്ഷിക്കണമെങ്കിൽ മാത്രം ഇവ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. വഴുതനങ്ങ ഫ്രിഡ്ജിൽ വെക്കും തോറും അവയുടെ യഥാർത്ഥ സ്വാദ് നഷ്ടമാകും. അതുകൊണ്ട് ഇവ വാങ്ങിയാൽ അധികം കാത്തു നിൽക്കാതെ പാകം ചെയ്ത് കഴിക്കുന്നതാണ് ബുദ്ധിപരം. ഉരുളക്കിഴങ്ങും ഫ്രിഡ്ജിൽ വെക്കും തോറും അവയുടെ മധുരം കൂടി വരും. പിന്നീട് പാകം ചെയ്യുമ്പോൾ കറി മധുരിക്കും. ഇവ പേപ്പർ ബാഗുകളിലാക്കി പുറത്തു തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വാങ്ങിയാൽ കുറച്ച് മാത്രം വാങ്ങി, അതായത് ആവശ്യത്തിന് മാത്രം വാങ്ങി അത് പെട്ടെന്ന് തന്നെ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ സമയം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.